പ്രശാന്ത്, നിങ്ങളുടെ മണ്ഡലത്തിൽ, പാലക്കാട് മണ്ഡലത്തിലെ MLA ആയി അദ്ദേഹം തുടരുകയാണ്. അദ്ദേഹം അതിന് പറയുന്ന ന്യായം, ഇപ്പോൾ ശ്രീകുമാർ അടക്കമുള്ളവർ പറയുന്നത് അദ്ദേഹം നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ല എന്നാണ്. ആവർത്തിച്ച് പറയാൻ ശ്രമിക്കുകയാണ്, ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. താൻ നിയമവിരുദ്ധമായി ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്നാണ്. പ്രശാന്ത് ശിവൻ, നിങ്ങൾ എന്തിനാണ് അദ്ദേഹത്തിന് രാജിക്ക് വേണ്ടി മുറവിളി കൂട്ടുന്നത്? നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ലാത്ത തൻ്റെ സ്വകാര്യ ഇടത്തിൽ കൺസെൻഷ്യലായി ഉഭയസമ്മതപ്രകാരം അദ്ദേഹത്തിൻ്റെ ചില ചാറ്റുകൾ അത് പിന്നീട് പിണങ്ങുന്ന സമയത്ത് പുറത്തു വരുന്നു. ശരി, ധാർമ്മികതയെ കരുതി, കോൺഗ്രസിനെ പ്രതിക്കൂട്ടിലാക്കണ്ട എന്ന് കരുതി ആ MLA അദ്ദേഹത്തിൻ്റെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെക്കുന്നു. പക്ഷേ MLA എന്ന നിലയിൽ രാജിവെക്കണം എന്ന് നിങ്ങൾ ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ് പ്രശാന്ത് ശിവൻ? ഇവിടെ 2-3 കാര്യങ്ങൾക്ക് രാഹുൽ ഇനിയും വ്യക്തത വരുത്തിയിട്ടില്ല. ഒന്നാമതായി, ഇന്ന് രാവിലെ മുതൽ പുറത്തു വരുന്ന ഓഡിയോയുമായി ബന്ധപ്പെട്ട് ഇന്നലെ കോൺഗ്രസ് പാർട്ടിയുടെ ആളുകളുടെ മുഴുവൻ നിലപാട് ആരുടെയും പേര് പറഞ്ഞിട്ടില്ല, പേര് പറയാത്ത ഒരു ആരോപണത്തിന് ഞങ്ങൾ എന്തിനു മറുപടി പറയണമെന്നായിരുന്നു ഇന്നലത്തെ കോൺഗ്രസിൻ്റെ സ്റ്റാൻഡ്. ഇന്ന് കാലത്ത് സ്ക്രീൻഷോട്ടുകൾ, വാട്സാപ്പ് ചാറ്റിൻ്റെയും ടെലിഗ്രാം ചാറ്റിൻ്റെയും സ്ക്രീൻഷോട്ടുകൾ പുറത്തു വരുന്നു, ഇൻസ്റ്റഗ്രാം ചാറ്റിൻ്റെ സ്ക്രീൻഷോട്ടുകൾ പുറത്തു വരുന്നു. അദ്ദേഹത്തിൻ്റെ വാട്സാപ്പ് ഓഡിയോ പുറത്തു വന്ന സമയത്ത്, വാട്സാപ്പ് കോൾ പുറത്തു വന്ന സമയത്ത് അതിൻ്റെ ആ ഒരു ഓഡിയോയുമായി ബന്ധപ്പെട്ട് നിരന്തരം ഇന്നത്തെ പത്രസമ്മേളനത്തിൽ റിപ്പോർട്ടർമാർ മാറി ചോദിച്ചിട്ടും അതിനെക്കുറിച്ച് വ്യക്തമായ യാതൊരു മറുപടി നൽകുവാനും രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറായിട്ടില്ല. 2, ഇത്തരത്തിൽ അദ്ദേഹത്തിന് മാനഹാനി ഉണ്ടാക്കുന്ന തരത്തിൽ ഒരു വാട്സാപ്പ് ഓഡിയോ പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനെതിരെ എന്ത് നിയമ നടപടിയാണ് രാഹുൽ ഇതുവരെയായി സ്വീകരിച്ചിട്ടുള്ളത്? അപ്പോൾ അതിനർത്ഥം താൻ അത് ചെയ്തു എന്ന് അയാൾ സ്വയം സമ്മതിക്കുകയാണ്. 2, ഇവിടെ യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനം ധാർമ്മികമായി രാജിവെച്ചു എന്ന് പറയുന്നുണ്ട്. ഇവിടെ ധാർമ്മികത എന്ന് പറയുന്നുണ്ടെങ്കിൽ യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനം മാത്രമല്ല രാജിവെക്കേണ്ടത്. ഇത് കോൺഗ്രസിൻ്റെ ഒരു ആഭ്യന്തര പ്രശ്നമല്ല, കേരളത്തിലെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് മൊത്തത്തിലുണ്ടായിട്ടുള്ള പ്രശ്നമാണ്. ഇവിടെ കോൺഗ്രസ്സുകാർക്ക് വേണ്ടാത്ത, കോൺഗ്രസ്സുകാർ ഉപേക്ഷിച്ച് അവരെ രാജിവെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ്സുകാർക്ക് വേണ്ടാത്തയാളെ കൊണ്ട് തള്ളുന്നതിനുള്ള ചവറ്റുകൊട്ടയല്ല പാലക്കാട് എന്ന് പറയുന്നത്. കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം ധാർമ്മികമായി രാജിവെക്കാമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് പാലക്കാട് MLA സ്ഥാനം രാജിവെക്കുന്നില്ല? അപ്പം നിങ്ങൾക്ക് കോൺഗ്രസിൻ്റെ MLA ആയി, യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷനായി തുടരുന്നതിന് നിങ്ങൾക്ക് ധാർമ്മികമായിട്ട് അതിന് അനുവദനീയമല്ല. പക്ഷേ പാലക്കാടിൻ്റെ MLA ആയി തുടരാമെന്ന് പറയുന്നതിൽ അതിൽ നീതിയില്ല. 100% അദ്ദേഹം ധാർമ്മികമായി അദ്ദേഹത്തിൻ്റെ സത്യപ്രതിജ്ഞയിൽ എന്തെങ്കിലും അദ്ദേഹം നീതി പുലർത്തുന്നുണ്ടെങ്കിൽ പാലക്കാട് MLA സ്ഥാനം രാജിവെക്കേണ്ടതുണ്ട്. ഇനി ഞാൻ മനസ്സിലാക്കുന്ന 1-2 വസ്തുതയുണ്ട്. ഇവിടെ ഗർഭചിത്രം, സ്ത്രീയുടെ അനുമതിയില്ലാതെ ഗർഭചിത്രം നടത്തുന്നുണ്ടെങ്കിൽ അത് BNS സെക്ഷൻ 89 പ്രകാരം, അതായത് IPC സെക്ഷൻ 313, BNS സെക്ഷൻ 88, 89 പ്രകാരം സ്ത്രീയുടെ സമ്മതമില്ലാതെ ഗർഭചിത്രം നടത്തിക്കുന്നത് കോഗ്നിസബിൾ ഒഫൻസാണ്. ഇത്തരത്തിലൊരു കോഗ്നിസബിൾ ഒഫൻസ് നടന്നാൽ പരാതിക്കാർ ഇല്ലാതെ തന്നെ, യാതൊരുവിധ പരാതിയും ഇല്ലാതെ FIR എടുക്കുവാനും കേസ് രജിസ്റ്റർ ചെയ്യുവാനും അറസ്റ്റ് ചെയ്യുവാനുമുള്ള അധികാരം പോലീസിനുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതുവരെയായും ആ വിഷയത്തിൽ ഒരു FIR എടുക്കുവാൻ കേരള പോലീസ് തയ്യാറായിട്ടില്ല. ഇനി ഇതോടൊപ്പം കൂട്ടിവായിക്കേണ്ട മറ്റൊരു വസ്തുത കൂടിയുണ്ട്. ഇവിടെ ഇന്നലെ റിപ്പോർട്ടർ ചാനലിൽ ഉൾപ്പെടെ പറഞ്ഞതാണ്, ഒരു പരാതിക്കാരി വന്ന് പറയുന്നുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട് VD സതീശനോട് നേരിട്ട് ഞാൻ പരാതി ബോധിപ്പിച്ച സമയത്ത് ഇന്ന് കാലത്ത് പ്രതിപക്ഷ നേതാവിൻ്റെ പത്രസമ്മേളനത്തിലും അദ്ദേഹം പറയുന്നുണ്ട്, ഒരു പിതൃവാത്സല്യത്തോടു കൂടി അത് ക്ലിയറാക്കുന്നതിന് കോംപ്രമൈസിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയെന്ന്. ഇവിടെ ഒരു പെൺകുട്ടിയെ 5 സ്റ്റാർ ഹോട്ടലിലെ കിടപ്പുമുറിയിലേക്ക് വിളിക്കുന്നതാണോ ഒരു പിതൃവാത്സല്യത്തോടു കൂടി കോംപ്രമൈസ് ചെയ്യേണ്ടതായിട്ടുള്ള വിഷയം? ഇവിടെ സ്ത്രീകളുടെ മാനത്തെ ചോദ്യം ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തെ നിലയ്ക്ക് നിർത്തേണ്ടതിന് പകരം അദ്ദേഹത്തിനെ വരവേൽപ്പൊരുക്കുകയാണ് കോൺഗ്രസ് പാർട്ടി ചെയ്തത്. അവിടെ സ്ത്രീകളുടെ മാനത്തിന് വിലയിട്ട പാലക്കാടിൻ്റെ MLAക്കെതിരെ എന്ത് നടപടിയാണ് കോൺഗ്രസ് പാർട്ടി കൈക്കൊണ്ടത് എന്ന് അവർ ജനങ്ങളോട് മറുപടി പറയേണ്ടതായിട്ടുള്ള സാഹചര്യം വരും. അപ്പോൾ ഇതിനൊക്കെ മറുപടി പറയേണ്ടത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ തന്നെയാണ്. ഇവിടെ എനിക്ക് തോന്നുന്നത്, ഇവിടെ പാതിരാത്രിയിലെ രാഹുൽ ചാറ്റർജിയുടെ
പാതിരാ മെസ്സേജ് ലഭിക്കാത്ത ഒരേ ഒരാൾ സോണിയാഗാന്ധി മാത്രമായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രത്തോളം പരാതികളാണ് ഓരോ മണിക്കൂറുകൾ കൂടുന്തോറും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഒരു ലൈംഗിക വൈകൃതത്തിന് അടിമയായി തീർന്നിരിക്കുകയാണ്. എങ്ങനെയാണ് ഇവിടെ നേരത്തെ തന്നെ ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞു റേപ്പ് ചെയ്യണം എന്ന് പറഞ്ഞ തരത്തിൽ വന്നു എന്ന് പറഞ്ഞു. ഇത്തരത്തിൽ ചിന്തിക്കുവാനായിട്ട് ഒരു പൊതുപ്രവർത്തകനെ, എന്തിനേറെ പറയുന്നു, ഒരു മനുഷ്യനെ, മനസാക്ഷി മരിച്ചിട്ടില്ലാത്ത ഒരു മനുഷ്യനെ എങ്ങനെയാണ് ഇത്തരത്തിൽ ചിന്തിക്കുവാനായിട്ട് സാധിക്കുക എന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണിത് പ്രശാന്ത്. പ്രത്യേകിച്ച് അവന്തിക എന്ന് സൂചിപ്പിച്ച കാര്യം അത് വാസ്തവമാണെങ്കിൽ എനിക്ക് നിന്നെ റേപ്പ് ചെയ്യണം എന്ന മനസ്ഥിതിയുള്ള ഒരാൾ അത് സ്വകാര്യ ഇടത്തിൽ പറയുമ്പോൾ പോലും അത്യന്തം അപകടകരമായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. Debate with Dr. Arun Kumar.